എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2026 എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കയുടെ ഒരു സീരീസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരീസിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള തേർഡ് ക്ലാസ് ആണ് ഇന്ന് ഉണ്ടാവുക. സോ ഇന്നത്തെ ക്ലാസ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ഓരോ ഫാക്റ്റുകളും നമ്മുടെ SSC RRB എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് 100% എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക. ഇങ്ങനെയാണ് ഡാഷ് ഈസ് പെർഫോമഡ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഇമേജ് ഓഫ് ഗോഡസ് മാരിയമ്മൻ ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടില് ഗോഡസ് മാരിയമ്മന് ഫ്രണ്ടിലായിട്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കരകാട്ടം. കരകാട്ടം ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തമിഴ്നാട്. തമിഴ്നാട്ടില് ഗോഡസ് മാരിയമ്മന് ഫ്രണ്ടിലായിട്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് കരകാട്ടം എന്ന് പറയുന്നത്. കരകാട്ടം മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആട്ടക്കരകാട്ടം. കേട്ടോ, കരകാട്ടം മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്, ആട്ടക്കരകാട്ടവും അതുപോലെ തന്നെ ശക്തിക്കരകാട്ടവും. കേട്ടോ, കരകാട്ടം മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആട്ടക്കരകാട്ടവും അതുപോലെ തന്നെ ശക്തിക്കരകാട്ടവും. ആട്ടക്കരകാട്ടം ഓൺലി ഫോർ എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതാണ് ആട്ടക്കരകാട്ടം എന്ന് പറയുന്നത്. റിച്വൽ ഡിവോഷൻ ആണ് ശക്തിക്കരകാട്ടം എന്ന് പറയുന്നത്. ഈ കരകാട്ടം ഡാൻസ് ഫോം പെർഫോം ചെയ്യുമ്പോൾ ഇവര് തലയിൽ ഒരു പോട്ടൊക്കെ വെച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഈ പോട്ടിനെയാണ് കരകം എന്ന് പറയുന്നത്. കേട്ടോ, കരകം. ഓക്കെ, തലയിൽ ഒരു പോട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് ഫോം എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ആ ഒരു കുടത്തിന്റെ പേരാണ് കരകം എന്ന് പറയുന്നത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഗോഡസ് മാരിയമ്മന് ഫ്രണ്ടിലായിട്ട്, ഗോഡസ് മാരിയമ്മന്റെ ഇമേജിന് ഫ്രണ്ടിലായിട്ട് തമിഴ്നാട്ടിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, കരകാട്ടം എന്ന് പറയുന്നത്. കരകാട്ടം 2 ടൈപ്സ് ആണ്, ആട്ടക്കരകാട്ടവും ഉണ്ട് ശക്തിക്കരകാട്ടവും ഉണ്ട്. ആട്ടക്കരകാട്ടം ഓൺലി ഫോർ എന്റർടൈൻമെന്റ്, ശക്തിക്കരകാട്ടം എന്ന് പറയുമ്പോൾ റിച്വൽ ഡിവോഷൻ. ഈ കരകാട്ടം ഡാൻസ് ഫോമിന്റെ ടൈമിൽ ഒരു പോട്ട് തലയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. ഈ പോട്ടിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, കരകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർത്തിരിക്കുക. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ. കേട്ടോ, ഏതാണ് നാട്യാഞ്ജലി ഫെസ്റ്റിവൽ? അപ്പൊ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെ തന്നെയാണ്, തമിഴ്നാട്ടില്. നാട്യാഞ്ജലി ഫെസ്റ്റിവൽ ഏത് ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലോർഡ് ശിവയാണ്. അപ്പൊ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തമിഴ്നാട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ ഏത് ഗോഡിന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലോർഡ് ശിവ. നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്ന് മുതലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് 1981 മുതലാണ്. കേട്ടോ, നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്ന് മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1981 മുതലാണ്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർത്തോളുക. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പപ്പറ്റ് ഡാൻസ്, പാവകളി, പാവ ഡാൻസ്, പപ്പറ്റ് ഡാൻസ്. തമിഴ്നാട്ടിലുള്ള പപ്പറ്റ് ഡാൻസിന്റെ പേരാണ് ബൊമ്മലാട്ടം എന്ന് പറയുന്നത്. കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നുള്ള പപ്പറ്റ് ഡാൻസ്, പാവകളിയാണ് ബൊമ്മലാട്ടം എന്ന് പറയുന്നത്. ശരിക്കും ഈ ബൊമ്മലാട്ടം എന്ന് പറയുന്ന ഡാൻസ് ഫോം നമ്മുടെ രാമായണത്തെയും അതുപോലെ തന്നെ മഹാഭാരതത്തെയും. കേട്ടോ, ബൊമ്മലാട്ടം പപ്പറ്റ് ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തമിഴ്നാട്. നമ്മുടെ രാമായണത്തെയും മഹാഭാരതത്തെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസിലെ ഇവന്റുകൾ, അതാണ് ഈ ഒരു ഡാൻസ് ഫോമിലൂടെ ഡെബിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓർക്കുക പറഞ്ഞ കാര്യങ്ങളെ. നമ്മുടെ ഗോഡസ് മാരിയമ്മന്റെ ഇമേജിന് ഫ്രണ്ടിലായിട്ട് തമിഴ്നാട്ടിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് കരകാട്ടം എന്ന് പറയുന്നത്. കരകാട്ടം 2 ടൈപ്സ് ഉണ്ട്, ആട്ടക്കരകാട്ടം ഉണ്ട് ശക്തിക്കരകാട്ടം ഉണ്ട്. അതിൽ ആട്ടക്കരകാട്ടം എന്ന് പറയുന്നത് ഓൺലി ഫോർ എന്റർടൈൻമെന്റിനും ശക്തിക്കരകാട്ടം എന്ന് പറയുന്നത് റിച്വൽ ഡിവോഷനുമാണ്. ഈ ഒരു ഡാൻസിന്റെ ടൈം പീരീഡിൽ ഇവർ പോട്ട് തലയിൽ വെച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഈ പോട്ടിനെ പറയുന്ന പേരാണ് കരകം എന്ന് പറയുന്നത്. നാട്യാഞ്ജലി ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, തമിഴ്നാട്ടിൽ തന്നെ. നാട്യാഞ്ജലി ഫെസ്റ്റിവൽ ഏത് ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ലോർഡ് ശിവ. നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്ന് മുതലാണ്, 1981 മുതലാണ്. ഇനി തമിഴ്നാട്ടിൽ തന്നെ പെർഫോം ചെയ്യുന്ന പപ്പറ്റ് ഡാൻസ്, ഓക്കെ, അതാണ് ബൊമ്മലാട്ടം എന്ന് പറയുന്നത്. രാമായണത്തെയും അതുപോലെ തന്നെ നമ്മുടെ മഹാഭാരതത്തെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ് ഈ ഒരു ഡാൻസ് ഫോമിലൂടെ ഡെബിക്റ്റ് ചെയ്യുന്നതെന്നും കൂടി എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, ഇനി കുമ്മി ഡാൻസ്. കുമ്മി ഡാൻസും മെയിൻലി ഏതൊക്കെ സ്റ്റേറ്റ് ആണ്, അത് തമിഴ്നാടും ഉണ്ട് അതോടൊപ്പം കേരളയും ഉണ്ട്. കേട്ടോ,
കുമ്മി ഡാൻസ് തമിഴ്നാട് ആൻഡ് കേരള. അപ്പൊ ഈ പറഞ്ഞ ഫാക്ടുകൾ എത്രയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തോളുക, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ കരകാട്ടം, നാട്യാഞ്ജലി ഫെസ്റ്റിവല്, ബൊമ്മലാട്ടം, കുമ്മി ഡാൻസ് എവിടെയാ? തമിഴ്നാട്. അതിൽ കുമ്മി ഡാൻസ് തമിഴ്നാടും ഉണ്ട്, നമ്മുടെ കേരളയും ഉണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് സെലിബ്രേഷൻ ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന signifies the start of the harvest season and the official start of the new year? അപ്പൊ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഹാർവസ്റ്റ് സീസണിന്റെ സ്റ്റാർട്ടും അതുപോലെ തന്നെ ഒഫീഷ്യൽ സ്റ്റാർട്ട് ഓഫ് ദി ന്യൂ ഇയർ. ശരിക്കും ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും, കേട്ടോ, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഉഗാദി എന്ന് പറയുന്നത്. ഏതാണ്? ഉഗാദി. യുഗ പ്ലസ് ആദി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഉഗാദി എന്ന് പറയുന്ന വേർഡ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. യുഗ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എറ എന്നും ആദി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ബിഗിനിങ് എന്നുമാണ്. ഓക്കെ, അപ്പോ യുഗ പ്ലസ് ആദി, യുഗ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എറ എന്നും ആദി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ബിഗിനിങ് എന്നുമാണ്. അപ്പൊ ഈ വേർഡിൽ നിന്നാണ്, ഈ രണ്ട് വേർഡും കൂടി ചേർന്നിട്ടാണ് ഉഗാദി എന്ന് പറയുന്ന വേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഉഗാദി, ബിഗിനിങ് ഓഫ് ന്യൂ എറ അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ആൻ എറ എന്നാണ് ഉഗാദി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ ഉഗാദി എന്ന് പറയുന്ന ഈ ന്യൂ ഇയർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. അത് ചൈത്ര മന്ത് ആണ്, കേട്ടോ. ഏതാണ്? ചൈത്ര മന്ത്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും സെലിബ്രേറ്റ് ചെയ്യുന്ന, അതോടൊപ്പം കർണാടകയിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ഉഗാദി എന്ന് പറയുന്നത്. ഉഗാദി എന്ന് പറയുന്ന വേർഡ് ശരിക്കും ഡിറൈവ് ചെയ്യുന്നത് യുഗ പ്ലസ് ആദിയിൽ നിന്നാണ്. യുഗ എന്ന് പറഞ്ഞാൽ ഇറയും, ആദി എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങും. അപ്പൊ ബിഗിനിങ് ഓഫ് ആൻ എറ എന്നാണ് ഉഗാദി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്താണെന്ന് അറിയണം. അത് ചൈത്ര മന്തിലാണെന്ന് അറിയുക. ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? ചൈത്ര മന്ത്. ഇനി ഈ ആന്ധ്രാപ്രദേശില് ശരിക്കും നമ്മുടെ മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ ആന്ധ്രാപ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് പെഡ പാണ്ഡുക എന്ന് പറയുന്ന പേരിലാണ്, കേട്ടോ. മകരസംക്രാന്തി ഫെസ്റ്റിവലിനെ ആന്ധ്രാപ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പെഡ പാണ്ഡുക എന്ന് പറയുന്ന പേരിൽ. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഉഗാദി. യുഗ പ്ലസ് ആദി, യുഗ എന്ന് പറഞ്ഞാൽ എറ എന്നും ആദി എന്ന് പറഞ്ഞാൽ ബിഗിനിങ് എന്നും. ബിഗിനിങ് ഓഫ് ആൻ എറ എന്നാണ് ഉഗാദി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അറിയുക, ഇത്തരത്തിൽ ഉഗാദി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ചൈത്ര മന്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ SSC RRB കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ബാച്ചസ് ഓപ്പൺ ആണ്. അപ്പോൾ പ്രോപ്പർലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് കാണാനായിട്ട് പറ്റിയില്ല എങ്കിലും കുഴപ്പമില്ല, അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നിങ്ങളെ ഒരു വീക്കിന്റെ എൻഡിൽ തൊട്ടടുത്ത വീക്കിലേക്കുള്ള ഓരോരോ കൃത്യമായിട്ടും ഏതൊക്കെ ക്ലാസ്സുകളാണ് ഓരോ ഡേയ്സ് ഉണ്ടാവുക അതിന്റെ ഒരു ഷെഡ്യൂൾ ഒരു സൺഡേ ആവുന്ന ദിവസം തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളും ഏത് ടൈമിലാണ് ക്ലാസ് ഉണ്ടാവുക, ഏതൊക്കെ ക്ലാസ്സുകളാണ് ഉണ്ടാവുക എന്ന് ഒരാഴ്ചത്തേക്കുള്ള ഷെഡ്യൂൾ ഒരുമിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വേണമെങ്കിൽ മാനേജ് ചെയ്ത് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 നമ്പറിലെ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇങ്ങനെയാണ്: വീരഗസി is a traditional folk dance of which Indian state? വീരഗസി എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നുള്ള ഡാൻസ് ഫോം ആണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കർണാടകയാണ്, കേട്ടോ. വീരഗസി എന്ന് പറയുന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കർണാടക. ഇവര് റെഡ് കളർ കോസ്റ്റ്യൂംസിൽ ടർബൻസ് ഒക്കെ ധരിച്ചുകൊണ്ട് കയ്യിൽ ഒരു സ്വോർഡ് ഒരു വാളൊക്കെ പിടിച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത് വീരഗസി ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തോളുക, യക്ഷഗാനയും എവിടെയാണ്? കർണാടകയാണ്. ദൊല്ലു കുനിത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എവിടെയാണ്? കർണാടക. ദൊല്ലു കുനിത കർണാടക.
ഇനി ഈ കർണാടകയിലെ ദൊല്ലു കുനിത ഡാൻസ് ഫോമിനെയാണ് ഡ്രം ഡാൻസ് ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാൻസ് ഫോം പെർഫോം ചെയ്യുമ്പോൾ ഇവർ നെക്കിലൂടെ വലിയ നമ്മുടെ ചെണ്ട പോലത്തെ വലിയ ഡ്രം പോലത്തെ ഇൻസ്ട്രുമെന്റ് ഒക്കെ വിയർ ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ്. അപ്പോൾ ഓർക്കുക, വീരഗസി എന്ന് പറയുന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ കർണാടക. റെഡ് കളർ കോസ്റ്റ്യൂംസിൽ ടർബൻസ് ഒക്കെ ധരിച്ചുകൊണ്ട് കയ്യിൽ ഒരു സോഡൊക്കെ പിടിച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് വീരഗസി എന്ന് പറയുന്നത്. യക്ഷഗാനയും എവിടെ തന്നെയാണ്? കർണാടകയിൽ തന്നെയാണ്. ദൊല്ലു കുനിതയും കർണാടക തന്നെ. ഡ്രം ഡാൻസ് ഓഫ് കർണാടക കേട്ടോ. ഡ്രം ഡാൻസ് ഓഫ് കർണാടക എന്ന് അറിയപ്പെടുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? ദൊല്ലു കുനിത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തേന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വിച്ച് ഗവൺമെന്റ് സ്കീംസ് എയിംസ് ടു പ്രൊവൈഡ് ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽസ് സച്ച് ആസ് LPG ടു വുമൺ ഫ്രം ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസ്. BPL-ലുള്ള വുമണ് നമ്മുടെ LPG പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് സ്കീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീം എയിംസ് ടു പ്രൊവൈഡ് ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ സച്ച് ആസ് LPG ടു വുമൺ ഫ്രം ബിലോ പോവർട്ടി ലൈൻ. ബിലോ പോവർട്ടി ലൈനിലുള്ള വുമണ് LPG പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്റ്റാർട്ട് ചെയ്ത വർഷം ഡെഫിനറ്റ്ലി അറിയണം. 2016 മെയ് 1 കേട്ടോ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അതായത് ബിലോ പോവർട്ടി ലൈനിലുള്ള വുമണ് LPG കണക്ഷൻസ് പ്രോപ്പർലി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2016 മെയ് 1 ലോഞ്ച് ചെയ്ത സ്കീമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. അവിടുന്ന് ആ ഒരു കാര്യം എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്തോളുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓതർ ഓഫ് ഫസ്റ്റ് ഹിന്ദി ബുക്ക് ടോംബ് ഓഫ് സാൻ ടു ബി അവാർഡഡ് ദ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഹിന്ദി ബുക്കായിട്ടുള്ള ടോംബ് ഓഫ് സാൻഡ്, ഇതിന്റെ ഓതർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗീതാഞ്ജലി ശ്രീ ആണ് കേട്ടോ. ഗീതാഞ്ജലി ശ്രീ ആണ് ഏത് ബുക്ക്? ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ഫസ്റ്റ് ഹിന്ദി ബുക്ക് ടോംബ് ഓഫ് സാൻഡ് ടു ബി അവാർഡഡ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗീതാഞ്ജലി ശ്രീ. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ അരുന്ധതി റോയുമായിട്ടും ജുംബ ലാഹിരിയുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ടൊന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തോളുക. ദെൻ ഫസ്റ്റ് ഹിന്ദി ബുക്ക് ടോംബ് ഓഫ് സാൻഡ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗീതാഞ്ജലി ശ്രീ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹോജാഗിരി ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ ബാലൻസിങ് ബോട്ടിൽസ് ആൻഡ് ലാംപ്സ്. ബോട്ടിൽസും അതുപോലെ തന്നെ ലാമ്പുകളൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഹോജാഗിരി ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഈ ഹോജാഗിരി ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണ്, ഏത് ട്രൈബ് ആണ്? രണ്ടും കൂടി ചേർത്തിട്ടാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഹോജാഗിരി ഡാൻസ് ഏത് സ്റ്റേറ്റില് ഏത് ട്രൈബ് പെർഫോം ചെയ്യുന്നു? അപ്പൊ അറിയുക, ഹോജാഗിരി ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് മുന്നേ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ത്രിപുര. എന്നാൽ ഒരു ഫാക്ട് കൂടി പഠിച്ചു വെച്ചോ, ത്രിപുരയില് ഈ ഹോജാഗിരി ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ റിയാങ് ട്രൈബ് ആണ്. അപ്പൊ റിയാങ് ട്രൈബ് ഹോജാഗിരി ഡാൻസ് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ത്രിപുര കേട്ടോ. അപ്പൊ ഹോജാഗിരി ഡാൻസ് ത്രിപുരയില് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? റിയാങ് ആണ്. ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ത്രിപുര. ഏത് ട്രൈബ് ആണ്? റിയാങ് ട്രൈബ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഹോജാഗിരി ഡാൻസ് ത്രിപുരയിലാണെന്ന് മനസ്സിലായി. ഗരിയ പൂജയും എവിടെ തന്നെയാ? ത്രിപുരയിൽ തന്നെ. ഗരിയ ഡാൻസ് എവിടെ തന്നെ, അല്ലെങ്കിൽ ഗരിയ പൂജ എവിടെ തന്നെ? ത്രിപുരയിൽ തന്നെ. ഗരിയ പൂജ ത്രിപുരയിലാണ്. ഗൗര ഗൗരി പൂജയോ? ഗരിയ പൂജ ത്രിപുര. ഗൗര ഗൗരി പൂജ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. അപ്പൊ ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിപുര. ഏത് ട്രൈബ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാങ് ട്രൈബ്. ഗരിയ പൂജയും എവിടെ തന്നെയാണ്? ത്രിപുരയിൽ തന്നെയാണ്. ബട്ട് ഗൗര ഗൗരി പൂജ എവിടെയാണ്? അത് വെസ്റ്റ് ബംഗാൾ. ഇതും രണ്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിപുരയിലുള്ള മറ്റു ഡാൻസ് ഫോം ആണ് ലെബങ് ബുമാനി ഡാൻസ് കേട്ടോ. ഏതാണ്? ലെബങ് ബുമാനി ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും എവിടെ തന്നെയാണ്? ത്രിപുരയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഹായ് ഹാക്ക് ഡാൻസ്
ഇതൊക്കെ റീസെല്ലിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കേട്ടോ. ഹായ് ഹാക്ക് ഡാൻസ് അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും അതും എവിടെയാണ്? ത്രിപുരയിലാണ്. ഹായ് ഹാക്ക് ഡാൻസ് എവിടെയാണ്? ത്രിപുര. മമീട്ട ഡാൻസ്, ഇത് മൂന്നും കൂടി ഓർത്തോളൂ കേട്ടോ. മമീട്ട ഡാൻസ് എവിടെയാണ്? ത്രിപുരയിലാണ്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ത്രിപുര. ത്രിപുരയിൽ ഹോജാഗിരി ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ്സ് ആണ് റിയാങ് ട്രൈബ് എന്ന് പറയുന്നത്. ലെബങ് ബൂമാനി എന്ന് പറയുന്ന ഡാൻസും ഹായ് ഹാക്ക് ഡാൻസും മമീട്ട ഡാൻസും എവിടെ തന്നെയാണ്? ത്രിപുരയിൽ തന്നെയാണ്. അപ്പൊ ഹോജാഗിരി ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ത്രിപുര. ലെബങ് ബൂമാനി എവിടെയാണ്? ത്രിപുരയിൽ തന്നെ. ഹായ് ഹാക്ക് ഡാൻസ് ത്രിപുര, മമീട്ട ഡാൻസും എവിടെയാണ്? ത്രിപുരയിൽ. അങ്ങനെയാണെങ്കിൽ അറിയുക, ആസാമില് ബോഡോ കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്? ആസാമില് ബോഡോ കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ബാഗുറുംബ ഡാൻസ്. ബേർഡ്സിനെ പോലെയും ബട്ടർഫ്ലൈസിനെ പോലെയും ആസാമിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ബാഗുറുംബ ഡാൻസ്. മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബാഗുറുംബ ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം. ഏത് കമ്മ്യൂണിറ്റി? ബോഡോ കമ്മ്യൂണിറ്റി. നാഗാലാൻഡില് അങ്കമി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ്, ഡാൻസ് ഫോംസ് അല്ല, ഫെസ്റ്റിവൽസ് ആണ് സേക്രേനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നാഗാലാൻഡില് അങ്കമി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് സേക്രേനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശില് നിഷി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇതെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഈ ട്രൈബ്സിനെ വെച്ച് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓർക്കുക, പ്രോപ്പർലി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആസാമില് ബോഡോ കമ്മ്യൂണിറ്റി പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ബാഗുറുംബ ഡാൻസ് എന്ന് പറയുന്നത്. എന്നാൽ നാഗാലാൻഡിലെ അങ്കമി ട്രൈബ് പെർഫോം ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് സേക്രേനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശില് നിഷി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഇത് ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എന്നാൽ ഹോജാഗിരി ഡാൻസ് ത്രിപുരയിൽ പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്, അല്ലെങ്കിൽ ട്രൈബ് ഏതാണ്? അത് റിയാങ് ആണ്. ഓക്കെ, അപ്പോ ഗരിയ പൂജയാണെങ്കിൽ ത്രിപുര, ഗൗര ഗൗരി പൂജയാണെങ്കിൽ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ഹോജാഗിരി ഡാൻസ് എവിടെയാണ്? ത്രിപുരയിലാണ്. അതുപോലെ തന്നെ ലെബക് ബുബാനി, ഹായ് ഹാക്ക് ഡാൻസ്, മമീട്ട ഡാൻസ് എവിടെയാണ്? ത്രിപുരയിൽ. ബോഡോ കമ്മ്യൂണിറ്റി ആസാമിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ബാഗുറുംബ ഡാൻസ്. സേക്രേനി ഫെസ്റ്റിവൽ ആണെങ്കിൽ അങ്കമി ട്രൈബ് നാഗാലാൻഡ്. അരുണാചൽ പ്രദേശില് നിഷി ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ബൂറി ബൂട്ട് യുള്ളോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാ. നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബി കോൺഫേർഡ് വിത്ത് എ ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണ്? ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തൻവിഷയാണ് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബി കോൺഫേർഡ് വിത്ത് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തൻവിഷ. തൻവിഷയ്ക്ക് ഗ്രാമി അവാർഡ് ലഭിക്കുന്ന വർഷം അറിയുക 2010-ലാണ്. എന്നാൽ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്, ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആള്, ഫസ്റ്റ് ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് ലഭിക്കുന്ന വർഷം അറിയുക 1968-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സിത്താർ. പണ്ഡിറ്റ് രവിശങ്കറിന് 1968 ഗ്രാമി അവാർഡ് ലഭിക്കുന്നു. ഈ പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷമാണ് 1999. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തൻവിഷ. തൻവിഷയ്ക്ക് ഗ്രാമി അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010-ലാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1968-ലാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999-ലും. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിത്താറാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സിത്താർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൂടെ ഓർത്തോ. എക്സാമിന് ക്വസ്റ്റ്യൻ വരും ഈ സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. പേരിങ്ങനെ ഓർത്തോ: നിഖിൽ ബാനർജി, അരവിന്ദ് പരീക്ക്, നിഖിൽ ബാനർജി, അരവിന്ദ് പരീക്ക്, ഷാഹിദ് പർവസ്, ബുദ്ധാദിത്യ മുഖർജി. നിഖിൽ ബാനർജി, അരവിന്ദ് പരീക്ക്, ഷാഹിദ് പർവസ്, ബുദ്ധാദിത്യ മുഖർജി, അതുപോലെ തന്നെ ഉസ്താദ് വിലായത്ത് ഖാൻ.
ഓക്കെ, അപ്പൊ ഇത്രയും പേരുകൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓർക്കുക, സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തൻവിഷ. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന വർഷം 2010 അങ്ങനെയാണെങ്കിൽ ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് ലഭിക്കുന്ന വർഷം അറിയുക, അത് 1968 പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1999 അങ്ങനെയാണെങ്കിൽ ഒപ്പം അറിഞ്ഞോളൂ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരാണ് നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി, അതുപോലെ തന്നെ ഉസ്താദ് വിലായത്ത് ഖാൻ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വ്യാസ സമ്മാൻ എ ലിറ്റററി അവാർഡ് വാസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദ ഇയർ. അതായത് നമ്മുടെ ലിറ്റററി അവാർഡ് ആയിട്ടുള്ള വ്യാസ സമ്മാൻ അവാർഡ് ഇത് ആദ്യമായിട്ട് നൽകിയ വർഷം എന്നാണ്. ലിറ്റററി അവാർഡ് ആയിട്ടുള്ള വ്യാസ സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് നൽകിയ വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1991 കേട്ടോ. ലിറ്റററി അവാർഡ് ആയിട്ടുള്ള വ്യാസ സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് നൽകിയ വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ അത് 1991 നമ്മുടെ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹരിപ്രസാദ് ചൗരാസിയ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്. ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബാൻസുരി അല്ലെങ്കിൽ നമുക്ക് ബാംബു ഫ്ലൂട്ട് എന്ന് പറയാം. ബാൻസുരിയുടെ മറ്റൊരു പേരാണ് ബാംബു ഫ്ലൂട്ട്. ഓക്കെ, അപ്പൊ ഹരിപ്രസാദ് ചൗരാസി ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ബാൻസുരി. ഹരിപ്രസാദ് ചൗരാസിക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 1992 ആഫ്റ്റർ 8 years 2000 പത്മ വിഭൂഷണം ലഭിക്കുന്നു. ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ബാൻസുരി. ഹരിപ്രസാദ് ചൗരാസിക്ക് 1992 പത്മഭൂഷണം 2000 പത്മ വിഭൂഷണം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റു കുറച്ച് ആൾക്കാർ, പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് അമൽ ജ്യോതി ഘോഷ് കേട്ടോ. പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അമൽ ജ്യോതി ഘോഷ്. അമൽ ജ്യോതി ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് പന്നലാൽ ഘോഷ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഓർക്കുക, ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ബാൻസുരി അല്ലെങ്കിൽ എന്ത് പറയാം, ബാംബു ഫ്ലൂട്ട് എന്ന് പറയാം. ഹരിപ്രസാദ് ചൗരാസിക്ക് 1992 പത്മഭൂഷണും 2000 പത്മവിഭൂഷണം ലഭിക്കുന്നു. പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്ന ആളാണ് അമൽ ജ്യോതി ഘോഷ്. ഹീസ് ഓൾസോ നോൺ ആസ് പന്നലാൽ ഘോഷ്. അതുപോലെ തന്നെ സിക്കിൽ മാല ചന്ദ്രശേഖർ, സിക്കിൽ മാല ചന്ദ്രശേഖർ, TR മഹാലിംഗം. ഓക്കെ, സിക്കിൽ മാല ചന്ദ്രശേഖർ, TR മഹാലിംഗം, അതുപോലെ തന്നെ രാജേന്ദ്ര കുലകർണി. ഈ പേരുകളെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സിക്കിൽ മാല ചന്ദ്രശേഖർ, TR മഹാലിംഗം, രാജേന്ദ്ര കുലകർണി ഇവരെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പറഞ്ഞ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളുക. ഹരിപ്രസാദ് ചൗരാസി ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബാൻസുരി, ബാൻസുരി അല്ലെങ്കിൽ ബാംബു ഫ്ലൂട്ട് എന്ന് പറയാം. ഹരിപ്രസാദ് ചൗരാസിക്ക് 1992 പത്മഭൂഷണം 2000 പത്മവിഭൂഷണം ലഭിക്കുന്നു. പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്നത് അമൽ ജ്യോതി ഘോഷ്. ഹീസ് ഓൾസോ നോൺ ആസ് പന്നലാൽ ഘോഷ്. സിക്കിൽ മാല ചന്ദ്രശേഖർ, TR മഹാലിംഗം, രാജേന്ദ്ര കുലകർണി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബാൻസുരിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതിന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മ്യൂസിഷ്യൻ ആൻഡ് ദെയർ ഇൻസ്ട്രുമെന്റ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് പെയർ ഇതിൽ ഏതാണെന്ന. ഓക്കെ, അപ്പോ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷെഹനായി ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആണ്. എൻ രാജം വയലിൻ കറക്റ്റ് ആണ്. പണ്ഡിറ്റ് രവിശങ്കർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സിത്താർ കറക്റ്റ്. പണ്ഡിറ്റ് രാം നാരായണൻ സരോദല്ല. പണ്ഡിറ്റ് രാം നാരായണൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പണ്ഡിറ്റ് രാം നാരായൺ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സാരംഗിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇൻകറക്റ്റ് പേര് എന്ന് പറയുന്നത് പണ്ഡിറ്റ് രാം നാരായൺ സരോദല്ല, സാരംഗിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പണ്ഡിറ്റ് രാം നാരായൺ സാരംഗി ആണെന്ന് പറഞ്ഞു. സാരംഗിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 4 ആൾക്കാരുടെ പേര് പഠിച്ചുകൊള്ളുക. ഉസ്താദ് ബുന്ദു ഖാൻ, ഉസ്താദ് ബിന്ദ ഖാൻ കേട്ടോ, ഉസ്താദ് ബുന്ദു ഖാൻ, ഉസ്താദ് ബിന്ദ ഖാൻ, ഷക്കൂർ ഖാൻ,
ഉസ്താദ് ബിന്ദു ഖാൻ, ഉസ്താദ് ബിന്ദ ഖാൻ, ഷക്കൂർ ഖാൻ, അതുപോലെ തന്നെ സാബ്രി ഖാൻ. ഇവര് 4 പേരും ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സാരംഗി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഓർത്തോളുക, ശരിക്കും ഇതില് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് പണ്ഡിറ്റ് രാംനാരായൺ സരോദ് അല്ല, സാരംഗിയാണ് കേട്ടോ. ബാക്കി ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ഷഹറായി ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആണ്. എൻ രാജം ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വയലിൻ കറക്റ്റ് ആണ്. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിത്താർ. ഇവിടെ നിന്ന് ഓർത്തോളുക, പണ്ഡിറ്റ് രാംനാരായൺ സാരംഗി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഉസ്താദ് ബിന്ദു ഖാൻ, ബിന്ദ ഖാൻ, ഷക്കൂർ ഖാൻ, സാബ്രി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സാരംഗി ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മധുബനി സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് ഒറിജിനേറ്റഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ്. മധുബനി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ബീഹാറിൽ. മധുബനി പെയിന്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് മിഥില പെയിന്റിംഗ് കേട്ടോ. മധുബനി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ബീഹാറിൽ. മധുബനി പെയിന്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് മിഥില പെയിന്റിംഗ്. ഓക്കെ, കഴിഞ്ഞില്ല. എഗെയിൻ ഓർത്തോളുക, ഫുൽക്കാരി പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിക്കും. ഫുൽക്കാരി പെയിന്റിംഗ് പി വെച്ച് തന്നെ ഓർത്തോ, പഞ്ചാബില്. ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള ലക്നൌലാണ്. ഓക്കെ, അപ്പൊ ഫുൽക്കാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബില്, ചിക്കൻകാരി പെയിന്റിംഗ് ലക്നൌല്, കലംകാരി പെയിന്റിംഗ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശില്. കലംകാരി പെയിന്റിംഗ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശില്. ജഡോപാഡിയ പെയിന്റിംഗ് ആണെങ്കിൽ ജാർഖണ്ഡ്. ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രം പിക്ക് ചെയ്തിട്ടുള്ള പെയിന്റിങ്ങുകളാണ്. അപ്പൊ ഫുൽക്കാരി പെയിന്റിംഗ് ആണെങ്കിൽ പഞ്ചാബ്, ചിക്കൻകാരി പെയിന്റിംഗ് ആണെങ്കിൽ ലക്നൗ, കലംകാരി പെയിന്റിംഗ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, ജഡോപാഡിയ പെയിന്റിംഗ് ആണെങ്കിൽ ജാർഖണ്ഡ്. കഴിഞ്ഞില്ല. വാർലി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ മഹാരാഷ്ട്രയാണ് കേട്ടോ. വാർലി പെയിന്റിംഗ് എവിടെയാണ്? മഹാരാഷ്ട്ര. അതുപോലെ തന്നെ പാട്ടചിത്ര പെയിന്റിങ്ങും അതുപോലെ തന്നെ സൗറ പെയിന്റിങ്ങും, ഇത് രണ്ടും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയാണ് കേട്ടോ. അപ്പൊ ഫുൽക്കാരി പെയിന്റിംഗ് ആണെങ്കിൽ പഞ്ചാബ്, ചിക്കൻകാരി പെയിന്റിംഗ് ആണെങ്കിൽ ലക്നൗ, കലംകാരി പെയിന്റിംഗ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, ജഡോപാഡിയ പെയിന്റിംഗ് ആണെങ്കിലോ ജാർഖണ്ഡുമാണ്. വാർലി പെയിന്റിംഗ് ആണെങ്കിൽ മഹാരാഷ്ട്ര, പാട്ടചിത്ര പെയിന്റിംഗും സൗറ പെയിന്റിംഗും എവിടെയാണ്? ഒഡീഷ. മധുബനി പെയിന്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് മിഥില പെയിന്റിംഗ് എവിടെയാണ്? ബീഹാറിൽ. ഓക്കെ, ഫാഡ് പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിക്കും, അത് രാജസ്ഥാനിലാണ് കേട്ടോ. ഫാഡ് പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാൻ. താങ്ക പെയിന്റിംഗ്, ഇത് എപ്പോഴൊക്കെയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിം. ഓക്കെ, അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ഓർത്തോളുക. ഫുൽക്കാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്, ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ലക്നൌല്, കലംകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, ജഡോപാഡിയ പെയിന്റിംഗ് എവിടെയാണ്? ജാർഖണ്ഡ്. ഫാഡ് പെയിന്റിംഗ് ആണെങ്കിൽ രാജസ്ഥാൻ, താങ്ക പെയിന്റിംഗ് ആണെങ്കിൽ സിക്കിം, വാർലി പെയിന്റിംഗ് ആണെങ്കിൽ മഹാരാഷ്ട്ര, പാട്ടചിത്ര പെയിന്റിംഗും സൗറ പെയിന്റിംഗും എവിടെയുമാണ്? ഒഡീഷയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആസാദ് അലി ഖാൻ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് മാസ്റ്ററി ഓവർ വിച്ച് ഓഫ് ദ ഗിവൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ആസാദ് അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രുദ്രവീണയാണ് കേട്ടോ. ആസാദ് അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ രുദ്രവീണ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വിച്ച് ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആർ ഫൗണ്ട് ഓൺ ദി വാൾസ് ഓഫ് തിരുവരവൂർ ആൻഡ് അജന്ത ടെമ്പിൾസ്. തിരുവരവൂരിന്റെയും അജന്ത ടെമ്പിൾസിന്റെയും വാളിൽ ഫൗണ്ട് ചെയ്യുന്ന പെയിന്റിംഗ് എങ്ങനത്തെയാണ്? മ്യൂറൽ ആർട്ടാണ്, എന്ന് വെച്ചാൽ ചുവർ ചിത്രങ്ങൾ. മ്യൂറൽ ആർട്ടുകളാണ് നമുക്ക് തിരുവരവൂർ അതുപോലെ തന്നെ അജന്ത ടെമ്പിൾസിന്റെ വോളുകളിൽ കാണാനായിട്ട് പറ്റുന്നത്, ചുവർ ചിത്രങ്ങൾ. ഓക്കെ, അപ്പോ തിരുവരവൂർ അതുപോലെ തന്നെ അജന്ത ടെമ്പിൾസിന്റെ വോൾസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പെയിന്റിങ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മ്യൂറൽ ആർട്ടാണെന്ന് ഓർക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ട്രഡീഷണൽ ഡാൻസ് ഫ്രം ഉത്തർപ്രദേശ് ഇൻവോൾവ്സ് വുമൺ ക്യാരിയിങ് ലൈറ്റഡ് ഓയിൽ ലാംപ്സ് ഓൺ ദെയർ ഹെഡ്. അതായത് ലൈറ്റ് കത്തിയ ഓയിൽ ലാമ്പ് തലയിൽ വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന, ഉത്തർപ്രദേശിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണ്? കത്തിയ ഓയിൽ ലാമ്പുകൾ തലയിൽ വെച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചാർക്കുള ഡാൻസ് ഫോം ആണ്. ഏതാണ്? ചാർക്കുള. അപ്പൊ ചാർക്കുള ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്. രാസലീല ഡാൻസ് ഫോം എവിടെ തന്നെയാ? ഉത്തർപ്രദേശിൽ തന്നെയാ. ഓക്കെ, അപ്പം ഇങ്ങനെ ഓർത്തോളുക. അതായത് ഇങ്ങനെ ഓർത്തോളുക, ഉത്തർപ്രദേശില് ലൈറ്റഡ് ഓയിൽ ലാംപ്സ്
തലയിൽ വെച്ചുകൊണ്ട് വുമൺ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ചാർക്കുള. 108 ഓയിൽ ലാമ്പുകളാണ് ഉണ്ടാവുക കേട്ടോ. തലയിൽ എത്രയാണ്? 108 ഓയിൽ ലാമ്പുകൾ. ഇങ്ങനെ റൗണ്ടിൽ എന്ത് ചെയ്തേക്കുക? കത്തിച്ചേക്കുക. പല പല തട്ടുകളാക്കി റൗണ്ടിൽ ഇങ്ങനെ ദീപങ്ങൾ തെളിയിച്ചേക്കുക. അപ്പൊ അത്തരത്തിൽ ലൈറ്റഡ് ഓയിൽ ലാംപ്സ് തലയിൽ വെച്ചുകൊണ്ട് വുമൺ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ചാർക്കുള ഡാൻസ് ഫോം എന്ന് പറയുന്നത്. എത്ര ഓയിൽ ലാമ്പുകൾ? 108 ഓയിൽ ലാംപ്സ്. അപ്പൊ ചാർക്കുള എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ എവിടെയാണ്? ഉത്തർപ്രദേശ്. ചാർക്കുള എവിടെയാണ്? ഉത്തർപ്രദേശ്. രാസലീല ഡാൻസ് ഫോം എവിടെ തന്നെയാ? ഉത്തർപ്രദേശിൽ തന്നെയാ. ഇനി സ്വാങ് ഡാൻസ് എവിടെയാണെന്ന് ചോദിക്കും. സ്വാങ് ഡാൻസും എവിടെയാണ്? ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? അതായത് പറഞ്ഞത് ഇങ്ങനെ, ഉത്തർപ്രദേശില് ഓയിൽ ലാമ്പുകള് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ഏത്? ചാർക്കുള. ഓർത്തോളുക, സാങ് ഡാൻസും എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശില് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ഫാക്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈവിലുള്ള സ്റ്റുഡൻസ് എന്താ കമന്റ് ചെയ്തേ? ഉസ്താദ് ബിന്ദു ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ക്ലാസ്സുകൾ ഫുള്ള് കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഉസ്താദ് ബിന്ദു ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.